എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത്, അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ട് അയാള് പോയത്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പുള്ള രാവിലെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഞാൻ വർക്കിനൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ കരുതിയത് ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന്. വളരെ കൂളായി, വളരെ ഫ്രീ ആയി, റിലാക്സ് ആയി സംസാരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരാൾ അപ്സര, ഒരാൾ രസ്മിൻ ബായി. രണ്ടുപേരും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇവർ ഒരുമിച്ചൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഇവർ നേരിട്ടൊരു അനുഭവമാണ്. അപ്പോൾ KSRTC വണ്ടിക്കാരുടെ തോന്നിവാസം എന്ന് തന്നെ പറയണം. കാരണം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോൻ്റെ താഴെ വന്ന കമൻസിൽ കൂടുതലും നെഗറ്റീവ് കമൻറ്റ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ വീഡിയോന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടത് എന്നുള്ളൊരു കാര്യം. കാരണം അവരെ വണ്ടി ഇടിക്കാൻ പോയിട്ട് അത് നിർത്താണ്ട് പോയ ആളെടുത്ത് അവരെ ഡയറക്റ്റ് ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നം അല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ കുറേ കോൺട്രവേഴ്സീസ് ആണല്ലേ, വളച്ച് ഫ്രണ്ടിൽ വന്ന് നിർത്തിയിട്ട് രണ്ട് ഡയലോഗ് കളിക്കുന്ന, അതൊക്കെ അടിക്കുമ്പോൾ ക്ലാപ്പ് അടിക്കുന്നു, വൈറലാവുന്നു. പക്ഷെ വൈ ദം എനിക്കറിയില്ല. രണ്ട് റീസൺ ഉണ്ടാവും. ഒന്ന്, ആ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇവരോടുള്ള സോ കോൾഡ് വെറുപ്പ് ഉണ്ടാവുമല്ലോ ഓരോ പരിപാടി ബിഗ് ബോസ് ഒക്കെ കണ്ടതിൽ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു പ്രോഗ്രാമിന് പോവായിരുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാണ്ട് റൈറ്റ് സൈഡിലോട്ട് വണ്ടി എടുത്തു. ഇപ്പോൾ ഒരാളുടെ വണ്ടി ചെറുതായിട്ട് ഒന്ന് അറിയാലോ, പെട്ടെന്ന് ഒരു വണ്ടി വരുമ്പോൾ ഒരു ജെർക്ക് വരുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ തലയൊക്കെ ഇടിച്ചു എന്നാണ് പറയുന്നത് അപ്സര. എന്നിട്ട് അത് ചോദിക്കാൻ വേണ്ടി ഇവർ പോയ സമയത്ത് ആ ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പുള്ളി വീണ്ടും മൈൻഡ് ചെയ്യാണ്ട് അതേ സൈഡിൽ കൂടെ വീണ്ടും ഇവർ ഇടിക്കുന്ന രീതിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം എന്താണ് കാര്യം. എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത്, അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ട് അയാള് പോയത്. ഈ ഡോ എന്ന് വിളിച്ചതിന് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരാൾ വണ്ടി ഇടിക്കാൻ വരുമ്പം ചേട്ടൻ എന്തിനാ ഞങ്ങൾ വണ്ടി ഇടിച്ചത് എന്ന് ചോദിക്കാൻ പറ്റില്ല. ഇത് തന്നെ വായിൽ വരും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെയോ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കാറിൽ പോകുന്ന സമയത്ത് ഒരാൾ ജസ്റ്റ് വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാൽ തന്നെ അവരുടെ വായിൽ എന്താ വരികയെന്ന് ഞാൻ പറയാണ്ട് അറിയാലോ. അപ്പോൾ ഈ ഡോ പറയുന്നതിന് ദേഷ്യം പിടിക്കണ്ട. അയാൾ കാണിച്ച തോന്നിവാസമാണെങ്കിൽ അതിനുള്ള ഡോയാണ് കിട്ടിയത്. ഓക്കെ, അയാളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ അറിയാം. മൈൻഡ് ചെയ്യാണ്ടൊരു പോക്ക്. അറ്റ്ലീസ്റ്റ് രണ്ടാൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും റിപ്ലൈ തരണ്ടേ. ഞാൻ ഇടിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല, ഇതൊന്നും പറയാണ്ട് അയാളുടെ ലോകത്തോട് അയാളുടെ ഡോയല്ല. ഹലോ, ഞങ്ങളിപ്പോൾ അങ്കമാലി KSRTC സ്റ്റാൻഡിലാണ് ഉള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങള് കാറില് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡ് ചേർന്നാണ് പൊക്കോണ്ടിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് KSRTC, അതും ബസ് നമ്പർ ഇപ്പൊ പറയാം. ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത്. ബസ് നമ്പർ KL 15A 2308, KL 15A 2308 എന്ന് പറയുന്ന ബസ്സാണത്. ആ ബസ് ഞങ്ങൾ ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു. ഞങ്ങൾ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് ഇൻഷുറൻസ് പറ്റിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചപ്പോ സഡനായിട്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ തലയൊക്കെ പോയി ഇടിച്ചിട്ട് വയ്യാണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും കാർ എടുത്തിട്ട് ഇതെന്താ സംഭവം എന്നറിയോ? ഈ പ്രൈവറ്റ് ബസ്സുകാരും KSRTC ബസ്സുകാരും തമ്മിലൊരു യുദ്ധമുണ്ട്. ഞാനൊരു ബസ്സിൽ പോകുന്ന ആളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും ഫുൾ ടിക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് 7:45 KSRTC വരുന്നതെങ്കിൽ 7:50 എന്തുണ്ടാവും, പ്രൈവറ്റ് ഉണ്ടാവും. 7:40 അടുത്തൊരു പ്രൈവറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവർ മൂന്നാളും തമ്മിൽ യുദ്ധമാണ്. ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് പിടിക്കണം, അല്ലെങ്കിൽ മെയിൻ സ്റ്റോപ്പ് പിടിക്കണം, എവിടെയാണ് ദൂരം ഉള്ളത്. അപ്പം ഈ ഒരു ടൈം വരുന്ന സമയത്ത് ഞാൻ എത്രയോ ബസ്സുകാരെ കണ്ടിട്ടുണ്ട് മര്യാദയ്ക്ക് സ്റ്റോപ്പിൽ നിർത്തൂല. സ്റ്റോപ്പിൽ നിർത്തുകയാണെങ്കിൽ തന്നെ ആ വണ്ടിയിലിരിക്കുന്ന വയസ്സായ ആൾക്കാർക്കാണെങ്കിൽ തന്നെ ഒന്ന് എണീച്ച് അവിടെ ഇറങ്ങാനുള്ള സമയം കൊടുക്കൂല. എണീച്ചൂടെ, വേഗം പൊയ്ക്കൂടെ എന്ന് വെറുതെ ഒച്ചയിടുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതവർ പറയും അവർ ഇത്രയും പെട്രോളൊക്കെ അടിച്ച് ഓടുകയാണ്, അപ്പം ഞങ്ങൾക്ക് 4 ടിക്കറ്റ് കയറിയിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറയുന്നത് എനിക്കറിയാം. പക്ഷേ
വണ്ടിയിലിരിക്കുന്ന ആൾക്കാരെ തീരെ റെസ്പെക്റ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ ഈവൺ എൻ്റെ ഫ്രണ്ട് അഞ്ചു കൂടി ഉണ്ടെങ്കിൽ അഞ്ചിനോട് ചോദിച്ചാൽ അറിയാം. ചില ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനും അഞ്ചും കൊളയ്ക്കലി പറയുന്നതാണ് വണ്ടർലയിലെ റൈഡിലാണ് പോകുന്നതെന്ന്. കാരണം ആ സ്പീഡും ആ വളയ്ക്കലും തിരിക്കലും ചാട്ടവും അതും ഇതും. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡായിരിക്കും ചേട്ടന് ചിലപ്പോൾ. അതുകൊണ്ടാണ് ചേട്ടൻ ഇൻഡിക്കേറ്റർ പോലും ഇടാണ്ട് ചിരിഞ്ഞത്. എവിടെ പോയി നമ്മളുടെ ഗണേഷ് കുമാർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ അറിയോ, ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവരെ അല്ല നിങ്ങൾ പിടിക്കേണ്ടത്. ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞ് തോന്നിവാസം ചെയ്യുന്ന ആൾക്കാരെയാണ് പിടിക്കേണ്ടത്. കാരണം ഈ ടെസ്റ്റിന് കയറുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വണ്ടി കൈ കിട്ടുക. ഞാനും ഒരു ടെസ്റ്റിന് പോയതാണ്. എന്താന്ന് പോലും അറിയേണ്ട എങ്ങനെയെങ്കിലും തത്തോ ഓടിക്കും. അത്യാവശ്യം ഓടിച്ച് എക്സ്പീരിയൻസ് ആയി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമേ റൂൾസ് വയലേറ്റ് ചെയ്തിട്ട് തോന്നിയ പോലെ ഓടിക്കൂ. ഈ ടീമുകാരെ ആദ്യം പിടിക്കണം. ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി. വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യമായിട്ട് ചേട്ടാ എന്താ ഉദ്ദേശിച്ചത്, എന്താ കാണിച്ചതെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ എന്റെ മുഖത്ത് നോക്കി ഒരക്ഷരവും ഉണ്ടാതെ ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് പോയത്. എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത്. അല്ലെങ്കിൽ എന്റെ കാലിൽ നിങ്ങൾ പറയാണ്ട് തന്നെ ആ വീഡിയോയിൽ വ്യക്തമായി മനസ്സിലായി. ചിലപ്പം നിങ്ങൾ ഈ ഡോ പറഞ്ഞത് ദേഷ്യം പിടിച്ചുകൊണ്ടായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ അയാളുടെ ടൈം ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അയാൾക്ക് അഹങ്കാരമായിരിക്കും. കാരണം ഇതേ ഓടിക്കലാണ് ഇയാൾ ഓടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ റോട്ടിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ നല്ല തെറി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കേട്ട എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതിന് വലിയ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാകും. എന്തായാലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിലേ ഈ പരിപാടികളും ഈ തോന്നിവാസങ്ങളൊക്കെ നിർത്തും. ഇല്ലെങ്കിൽ ഇവർക്ക് ഇതൊരു ലൈസൻസ് ആക്കി എടുത്ത് ഇതിന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത്. അല്ലെങ്കിൽ എന്റെ കാലിൽ ടയർ കയറ്റിട്ട് അയാള് പോയത്. അതിനുശേഷം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനില് KSRTC സ്റ്റേഷനില് കംപ്ലൈന്റ് കൊടുത്തത്. ബസ് തിരിച്ചിറങ്ങി വരുന്ന സമയമായിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങള് ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു. ചേട്ടൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് നിന്നത്. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി എന്റെ നേർക്ക് നേരെ എന്നെ ഇടിച്ചിടിച്ചാ വന്നത്. ഞങ്ങൾ സൈഡിൽ നിൽക്കുക. അപ്പൊ ഞങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല, ഇയാൾ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ ഇടിച്ചിടിച്ച് ഇങ്ങനെ പോവാ. അപ്പൊ അവിടെ കണ്ടുകൊണ്ടുള്ള കുറെ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു. എന്നിട്ട് അയാൾ വണ്ടി പോലും നിർത്താണ്ട് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ ദേഹത്ത് ചെസ്റ്റിലെ ലെവലാണ് ബസ് നിന്നേക്കുന്നത്. ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാറി. ഇവിടെ ബാക്കിലേക്ക് സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇയാൾ ഒന്നും മിണ്ടാണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് ഫാസ്റ്റിൽ അങ്ങ് ഇടിച്ചിട്ട് അങ്ങ് വണ്ടി എടുത്ത് പോവാ. ആദ്യം ഒരു ഇടിയിടിച്ചു പോയി, രണ്ടാമത് മൈൻഡ് ചെയ്യാണ്ട് പോയി, മൂന്നാമത് മൈൻഡ് ചെയ്യാണ്ട് പോയി. അപ്പൊ ഈ ചേട്ടന് ചില്ലറ അഹങ്കാരമൊന്നും അല്ലേലോ. ഇത്രയും വലിയ തോന്നിവാസം ചെയ്തിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്. ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഇങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് അധികം വർത്താനമൊന്നും പറയാണ്ട് പോകുന്നത്. എന്നാൽ വർത്താനം പറയുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും ഇങ്ങനത്തെ കാര്യത്തിന് റിയാക്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ റോട്ടിൽ കൂടെ ഓടുന്ന വണ്ടിയാണ്. ഈ നിങ്ങളുടെ വണ്ടി മാത്രമല്ല, എത്രയോ ആൾക്കാരുടെ വണ്ടി ഉണ്ട്. ഇതേ കളി ഇയാൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും സേഫ് അല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു KSRTC ബസ്സിൽ ഏറ്റവും ചുരുക്കം ഒരു 30-40 ആൾക്കാരുണ്ടാവും. അവരുടെ ജീവനും പ്രശ്നമുള്ള രീതിയിലുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ അങ്ങനത്തെ ഒരാളെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ വെക്കാൻ പാടില്ലല്ലോ. അപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് നമ്മുടെ ജനറൽ പബ്ലിക്കിലോട്ടോ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റത്തിലോട്ടോ എത്തിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ എന്തായാലും ഇതിനൊരു ശ്രദ്ധ കൊടുത്തേ പറ്റൂ. കാരണം ഇങ്ങനത്തെ ആൾക്കാരുടെ ഈ പരിപാടി നമ്മൾ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ആപത്താണ് ഗൈസ്, ആപത്ത്. കാരണം ഈ ചേട്ടൻ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് പാടുപെടും. സത്യം പറയാം, എനിക്ക് ഈ ആറ്റിറ്റ്യൂഡ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. 3-4 തവണ പുറകെ പോയിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ കൊടുക്കുക. അവരെ ഭാഗത്തെ മിസ്റ്റേക്ക് പറയാം. എന്തിനാ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്? ഓ സർക്കാർ ജോലിയാണല്ലോ അല്ലേ, ഓ സോറി. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇഷ്യൂ നമ്മൾ ചെന്നിട്ട് ഇപ്പോൾ ആ ഓണറോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഓണർ മാറ്റും. സർക്കാരിൻ്റെ ആയതുകൊണ്ട് വലിയ സീനില്ല എന്ന് ചേട്ടൻ ആദ്യം അറിയാം. സോറി സാരല്ല, നമ്മളെ പാവങ്ങളെയൊക്കെ പിടിക്കാൻ അവർക്ക് ടൈമുണ്ട്, ഇത് പിടിക്കും. വിഷയം വളരെ ചെറിയ ലെവലിലൊന്നും അല്ല നിന്നത്, കുറച്ചും കൂടെ ഹൈ ലെവലിൽ പോയിട്ടുണ്ട്. അപ്സര മീഡിയൻ്റെ അടുത്തൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അതും നമുക്ക് കാണാം. നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന റസ്മിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ കാറിൽ പോകുമ്പോൾ ഈ അത്താണി എത്തുന്ന സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ സാധാരണ ഇങ്ങനെ പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ബസ് നിർത്തിയിട്ടേക്കുമായിരുന്നു, ആൾക്കാരെന്തോ കയറ്റാൻ വേണ്ടി നിർത്തിയിട്ടേക്കുക.
അപ്പൊ ഞങ്ങള് നോർമൽ പോകുന്ന പോലെ പോയപ്പോ ഇയാള് സിഗ്നൽ ഇടുവോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് ഭയങ്കര സ്പീഡില് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് അങ്ങ് കയറി. അപ്പൊ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങള് ഡിവൈഡറിന്റെ അടുത്തേക്ക് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തി വണ്ടി. അപ്പൊ ഞങ്ങളെല്ലാരും പോയി ഇടിക്കുകയും തലയൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പുള്ളി ഒന്നും നോക്കാണ്ട് പുള്ളി ഭയങ്കര സ്പീഡിൽ വണ്ടി എടുത്ത് അങ്ങ് പോയിട്ട് ഞങ്ങൾക്ക് ഇന്ന് 4 മണിക്ക് ഷൂട്ട് ഉള്ളതാ, പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയി. അപ്പം എന്നിട്ട് അതൊന്നും കുഴപ്പമില്ല വെച്ചിട്ട് ഞങ്ങൾ പോയി. അങ്കമാലി എത്തിയപ്പോ ഈ വണ്ടി വീണ്ടും ആൾക്കാരെ കയറ്റാൻ വേണ്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണ കണ്ടു. അപ്പൊ ഞങ്ങളുടെ സൈഡിലേക്ക് കാറ് നിർത്തിയിട്ട് ജസ്റ്റ് ഈ കുട്ടി അയാളുടെ ഡ്രൈവർ സീറ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് റോഡിൽ നിൽക്കുക കേട്ടോ. മെയിൻ റോഡിൽ നിന്നിട്ട് പുള്ളിക്കാരൻ ചേട്ടൻ എന്തായി കാണിച്ചേ, ഞങ്ങളുടെ ദേഹത്ത് ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി പോലും ഞങ്ങളുടെ തലയൊക്കെ മുട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാണ്ട് ഇവളുടെ ദേഹത്തേക്ക്, കാരണം ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ആൾക്കാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇവളുടെ കാലിന്റെ സൈഡിൽ കൂടെ ടയർ കയറി. ഈ ഒരു വോയിസ് വെച്ച എന്താന്ന് വെച്ചാൽ ചില നേരം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് വളരെ ബാഡായ രീതിയിലായിരിക്കും. മേ ബി ആ വീഡിയോ കണ്ട സമയത്ത് കുറേ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്, കുറേ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. ആ നെഗറ്റീവ് കമൻറ്റ് വന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആ സിറ്റുവേഷനിൽ ഒരു തവണ വണ്ടി ഇടിക്കാൻ വന്നു, രണ്ടാമത് റിജക്റ്റ് ചെയ്ത് പോയി, മൂന്നാമതും അയാൾ മൈൻഡ് ചെയ്യാണ്ട് പോയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ ഫ്രസ്ട്രേഷനിൽ കൂടിയാണ് അവർ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവർക്ക് പറയുന്ന ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ഇവക്ക് എന്താ അഹങ്കാരം, ഇവക്ക് താര പ്രൗഢിയാണ് എന്നൊക്കെ തോന്നാം. അതൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് വേണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കാണ് ഇതേ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ കമൻറ്റ് ഇടുക. ഞാൻ കുറേ കമൻ്റ് ഒന്നും വായിക്കുന്നില്ല, അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരൊറ്റ കമൻ്റ് ഉണ്ട്, അതൊന്ന് വായിക്കാം. അതെങ്ങനെ നിങ്ങൾ അയാളെ വിളിച്ചത് ചേട്ടാ എന്നല്ലല്ലോ, ഡോ എന്നല്ലേ? അയാൾ ഒരു വഴക്കിന് നിൽക്കാതെ പോയി. നിങ്ങൾ ടയർ അടിയിൽ കൊണ്ട് അല്ലല്ലോ കാല് വെക്കേണ്ടത്. ഇതിൽ അയാളുടെ തെറ്റൊന്നും കണ്ടില്ല. ഇന്ന് മാക്സിമം പുരുഷന്മാരും മിണ്ടാതെ പോവുകയാണ്, കാരണം അവർക്ക് പഴിയും ഹാർട്ട് അറ്റാക്കും മാത്രമാണ് ഫലം. ഇത് പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ എന്ന സാധനമൊന്നുമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ മാത്രമേ ഇവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് ആണുങ്ങൾ മുകളിലാണോ പെണ്ണുങ്ങൾ മുകളിലാണോ ആണുങ്ങളുടെ താഴെയോന്നുമില്ല. നിങ്ങൾ ഈ വിഷയത്തെ വെറുതെ വേണ്ടാത്ത തലത്ത് കൊണ്ടുപോയി വളച്ചൊടിക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യും. പെണ്ണുങ്ങൾ തെറ്റ് ചെയ്താൽ പെണ്ണുങ്ങൾ തന്നെ സമ്മതിക്കും, ആണുങ്ങൾ തെറ്റ് ചെയ്താൽ ആണുങ്ങൾ സമ്മതിക്കും. അവിടെ ഈ പുരുഷൻ ഇത്. So guys, fine. Stay tuned for the next video. Tata, bye bye. ഇത്രയും പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് KSRTC ബസ്.